എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല മോനെ, കിടു. അയ്യോ, മറ്റേ കറക്റ്റ് കേട്ടോ. ഡൂഡ്, ആ സീൻ തന്നെയാണ്. വാട്ട്സ്ആപ്പ് ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടത് സത്യമംഗലം നമ്മൾ പോകുന്നതിനെ പറ്റിയുള്ള റൈഡായിരുന്നു. നമ്മൾ ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗോവയിൽ നിന്ന് മംഗലാപുരം, കൂർഗ്, അതിനുശേഷം മൈസൂരിൽ നിന്ന് സത്യമംഗലം. ഒരുമിച്ച് നിൽക്കിട്ടാ, കാട്ടുപന്നിയും മണ്ടാരങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ആനയൊക്കെ ഉണ്ടാവും. അപ്പം വരല്ലോ. ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് റോബിൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് വരുന്നത്, പ്രത്യേകിച്ച് ഒരു ഫോറസ്റ്റ് റൂട്ട്. സ്ഥലം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 പേര് മാത്രമായിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് റൈഡോ ആയിക്കോട്ടെ. നമ്മൾ ഫ്രണ്ടിൽ ജെറ്റിട്ട് പോവുകയാണ്. ജെറ്റിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ മിറർ നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഗ്യാപ്പെങ്കിലും ഇട്ടിട്ട് 2 പേര് ഒരുമിച്ച്, ഇപ്പോൾ 2 പേരാണെങ്കിൽ, ഇല്ല നമ്മളൊരു 10 പേര് പോകുമ്പോഴാണെങ്കിൽ പോലും ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ഗ്യാപ്പെങ്കിലും മിനിമം വെച്ചില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ മാതിരി നന്നായിട്ട് ജെറ്റിട്ട് പോകാനുള്ളവർക്ക് ജെറ്റ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ നല്ല റിലാക്സ് ചെയ്തിട്ട് റൈഡ് എൻജോയ് ചെയ്യുന്നവർക്ക് റൈഡ് എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ഗ്യാപ്പ് ഇടുമ്പോൾ മിററിലേക്ക് നോക്കുക, നമ്മുടെ കൂടെയുള്ള ആൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 2 പേരാണ് പോകുന്നതെങ്കിൽ നമുക്കിപ്പോൾ ബാക്കിലുള്ള ആൾ തൊട്ട് ബാക്കിൽ മിററിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പുള്ളിക്ക് എന്തോ പറ്റി, അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടാവും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നമ്മൾ വണ്ടി നിർത്തിയിട്ടാണ് പുള്ളിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പിന്നെ പോകും. ഇല്ല നമ്മൾ പുള്ളിനെ നോക്കാതെ നമ്മൾ ഓടിച്ചിട്ട് പോവുകയാണ്, കുറേ കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പുള്ളിക്ക് എന്തെങ്കിലും പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ഈ മിററിൽ നോക്കുന്ന ഒരു സംഭവം. അതേപോലെ ഈ 100 മീറ്റർ ഗ്യാപ്പ് ഇടുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ സത്യമംഗലം റൂട്ടിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇത് മൊത്തം വരുന്നതെന്ന് പറഞ്ഞാൽ 27 ഹെയർ പിൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഈ 27 ഹെയർ പിൻസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മൈസൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് ഈ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മൈസൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൈസൂരിൽ നിന്ന് ചാമരാജ് നഗർ, അവിടെ നിന്ന് സത്യമംഗലം. അപ്പോൾ ഈ സത്യമംഗലം റൂട്ടിൽ മൊത്തം 27 ഹെയർ പിൻസ് ആണ്. ഇത് നമ്മൾ ചെന്നെത്തുന്നതാണ് സത്യമംഗലം എന്ന് പറയുന്നൊരു സ്ഥലം. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് അന്നൂർ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അതിനുശേഷം നേരെ ഹൈവേ കയറി നമ്മൾ നേരെ പോകുന്നത് തിരിച്ച് കോയമ്പത്തൂർ, ആ റൂട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. സത്യമംഗലം എന്ന് പറയുന്നൊരു സ്ഥലം കുറേ പേർക്ക് അറിയാവുന്നൊരു ഏരിയ തന്നെയാണ്. അതായത് പണ്ട് വീരപ്പൻ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ കിടുകിടാ വർപ്പിച്ചുകൊണ്ടിരുന്നൊരു ഫോറസ്റ്റ് റേഞ്ച് ആയിരുന്നു ഈ സത്യമംഗലം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ സ്ഥലം പോകണം എന്ന് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് ഈ ഒരു ഫോറസ്റ്റ് റേഞ്ചിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു അവസരം കിട്ടിയപ്പോഴാണ്
മൈസൂർ പോകാൻ പറ്റിയതും അതിനുശേഷം അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് വന്നത്, അതായത് കൊച്ചിക്ക് വരുമ്പോൾ ഈ റൂട്ട് എടുക്കാനുള്ളൊരു റീസൺ ഉണ്ടായിരുന്നു. നോർമലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ മൈസൂർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഗോവയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഗോവയിൽ നിന്ന് നേരെ മംഗലാപുരം വഴി നേരെ കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ്. ഇതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഈ കണ്ണൂർ കാലിക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമലി എടുക്കുന്നത് മൈസൂരിൽ നിന്ന് ഗുണ്ടൽപേട്ടിൽ നിന്ന് ബന്ദിപ്പൂർ അങ്ങനെയുള്ള റൂട്ട് എടുക്കാറുണ്ട്, നിലമ്പൂർ വഴി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂരിൽ നിന്ന് ചാമരാജനഗർ, സത്യമംഗലം എന്ന് പറയുന്നത് ഈ 27 ഹെയർ പിൻസ് കഴിഞ്ഞിട്ട് നേരെ താഴെ എത്തുന്ന സ്ഥലമാണ് സത്യമംഗലം. അപ്പോൾ ഈ സത്യമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു ഏരിയ ഉണ്ട്, കുറച്ചൊരു നല്ല ഭംഗിയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീജിയൻ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മേട്ടുപ്പാളയം വഴി ഊട്ടി എന്ന് പറയുന്നൊരു ബോർഡൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ റൂട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരെ ഈ ബന്ദിപ്പൂർ ആ ഏരിയയിലേക്ക് തന്നെ തിരിച്ച് ചാടുകയും ചെയ്യാം, അതായത് നിലമ്പൂർ ചെന്ന് ചാടാൻ പറ്റും. അപ്പോൾ കുറച്ച് കറക്കമാണ്, പക്ഷേ എന്നാൽ പോലും നല്ലൊരു അത്യാവശ്യം നല്ല അടിപൊളി റൂട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് നമ്മളിത് ഇറങ്ങണം. കാരണം മോർണിംഗ് ഇറങ്ങിയാൽ മാത്രമേ ഈ പറഞ്ഞ മാതിരി ഇത്രയും ഭംഗിയിൽ നമുക്ക് പോരില്ലെങ്കിൽ വെറുതെ വെയിൽ കൊണ്ട് സത്യം പറഞ്ഞാൽ മടുത്തു പോകും. കാരണം വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാനൊരു മൂഡുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഏരിയ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗ് തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷെ ഞങ്ങൾ പോയൊരു ടൈമിൽ ചെറുതായിട്ട് മഴയുള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ സാധനം പോണത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെക്കുറെ ഒരു വാൽപ്പാറയുടെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസും അതേപോലെ തന്നെ നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ വാൽപ്പാറയിൽ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്ത് നിന്ന് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി, മലക്കപ്പാറ അങ്ങനെ പോയി വാൽപ്പാറ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് എത്തി അലിയാർ ഡാം, അവിടെ നമ്മൾ റിട്ടേൺ പോകുമ്പോൾ പിന്നെ ആ സ്ഥലത്തിന് നമ്മളൊരു വേറൊരു ഭംഗി എന്ന് പറയുന്നൊരു സംഭവം പിന്നെ കിട്ടുന്നില്ല. പിന്നെ നോർമൽ ടൗൺ ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ സത്യമംഗലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ നേരത്തെ പറഞ്ഞ റൂട്ട് നമ്മൾ എടുക്കുമ്പോൾ സത്യമംഗലം ആ ഒരു ഫുൾ ഹെയർ പിൻസ് കഴിഞ്ഞ് സത്യമംഗലം ടൗൺ എത്തി. ടൗൺ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ശരിക്കും, ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ ടൗൺ എന്ന് പറയാനുള്ളൂ അവിടെ. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു നോർമൽ എന്താ പറയുക ഒരു തമിഴ് ഗ്രാമം പോലുള്ള ഒരു കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെയും കുറച്ച് ഏരിയാസ് ഒരു ഫുൾ മരങ്ങൾ നിറഞ്ഞ് നല്ല അടിപൊളി റൂട്ടാണ് നമ്മളിതിൽ കാണുന്നത് ഈ ഒരു റൂട്ടിൽ. അപ്പോൾ എന്താ പറയുക ആ ഒരു ഫീൽഡ് നമുക്ക് കംപ്ലീറ്റ് ഈ റൂട്ടിൽ നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ മാക്സിമം നമ്മൾ ഗൂഗിൾ മാപ്സിൽ ബൈക്കിൻ്റെ നമ്മൾ നോർമലി എവിടെയെങ്കിലും പോകുന്നുണ്ടല്ലോ, ഗൂഗിൾ മാപ്സിൻ്റെ അകത്ത് ബൈക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബൈക്ക്, കാർ അങ്ങനെ നമ്മളൊരു ഓപ്ഷൻ ഇടുമല്ലോ. അപ്പോൾ ഇതിൽ ബൈക്കിൻ്റെ ഓപ്ഷൻ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉൾവഴികളിലൂടെയൊക്കെ ഫുള്ള് നമ്മളെ കൊണ്ടുപോകും. ഞങ്ങൾ ഏതൊക്കെയോ തെങ്ങിൻതോപ്പിൻ്റെ ഇടയിൽ കൂടെയും വാഴത്തോപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങൾക്ക് ഈ റൂട്ട് കാണിച്ചത്. സത്യം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം നമുക്കിപ്പോൾ നോർമൽ നല്ല മെയിൻ റോഡിൽ കൂടെ പോകുന്നതിന് പകരം ഭയങ്കര ഇടുങ്ങിയുള്ള വഴികളിലൂടെയാണ് ഞങ്ങൾ മൊത്തം പോയത്. സംഭവം അടിപൊളിയായിരുന്നു ശരിക്കും ആ റൂട്ട് ഞങ്ങൾ എടുത്തപ്പോൾ. ഈ ഒരു റൂട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ബോർഡ് കാണാം, അതായത് നമുക്ക് ഊട്ടി പോകാനുള്ളതും അങ്ങനെയുള്ള റൂട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിൽ പോയി കഴിയുമ്പോൾ ഒരു ഡീവിയേഷനിലാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നത്.
നമ്മൾ ഈ റൂട്ട് പിന്നെ ചെന്നെത്തുന്നത് അന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ അവിനാശി സ്കിപ്പ് ചെയ്തിട്ട് നേരെ സേലം കൊച്ചി ഹൈവേയിൽ ഇങ്ങനെ നമ്മളെടുത്ത് ചാടും. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പാലക്കാട് തൃശ്ശൂർ എന്നൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ടാണ് പോയത്. തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ കിട്ടി. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് കൊച്ചി പിടിച്ചു. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധവലിൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ നൈറ്റ് സ്റ്റേ ചെയ്തത്. റോബിൻ്റെ വീട്ടിലേക്ക് മൂവാറ്റുപുഴയ്ക്കാണ് പോവുകയും ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതേപോലത്തെ വീഡിയോസ് എന്തായാലും ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ ബൈ ഗൈസ്, റൈഡ് സേഫ്.